ചൈനയിൽ നിന്നും ഇറാനിലേക്ക് പോവുകയായിരുന്ന ഒരു ചരക്ക് കപ്പലിൽ അമേരിക്കൻ സൈനികർ അതിക്രമിച്ച് കയറി. നവംബർ മാസത്തിൽ ശ്രീലങ്കയ്ക്ക് സമീപമാണ് ഈ സംഭവം നടന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സംഭവത്തിൽ US ഇൻഡോ പസഫിക് കമാൻഡ് പ്രതികരിച്ചിട്ടുമില്ല. എന്നാൽ ഇറാന് ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട ചില വസ്തുക്കളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന് അമേരിക്ക നേരത്തെ തന്നെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപരോധം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് സൈനിക നടപടി എന്നാണ് പറയുന്നത്. എന്നാൽ അമേരിക്കൻ സൈനിക നടപടിയെ ചൈന അപലപിച്ചു. നേരത്തെ വെനസ്വേലയുടെ ചൈന അയച്ച എണ്ണ ടാങ്കറും അമേരിക്കൻ സൈന്യം റെയ്ഡ് ചെയ്തിരുന്നു. കടൽക്കൊള്ളയാണ് അമേരിക്ക നടത്തുന്നതെന്ന് വെനസ്വേല സർക്കാരും പറയുന്നു. കടൽ വഴിയുള്ള സൈനിക ഇടപെടലുകൾ അമേരിക്ക കടുപ്പിക്കുന്നു എന്നാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ എല്ലാം സൂചിപ്പിക്കുന്നത്. ശ്രീലങ്കയിൽ നിന്ന് ഏറെ ദൂരെ വെച്ചാണ് ഈ കപ്പൽ പിടികൂടിയത്. ഏറെ വർഷങ്ങൾക്കിടെ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന കപ്പൽ അമേരിക്ക പിടിക്കുന്നത് ഇത് ആദ്യമായാണ്. നവംബർ അവസാനത്തിലാണ് ഈ സംഭവം നടന്നതെങ്കിലും ഇപ്പോഴാണ് അത് വാർത്തയാകുന്നത്. അമേരിക്ക ഉപരോധം ചുമത്തിയ രണ്ട് രാജ്യങ്ങളാണ് ഇറാനും വെനസ്വേലയും. ലോകത്തെ പ്രധാന എണ്ണ രാജ്യങ്ങളാണ് ഇത് രണ്ടും. ഇവരുടെ എണ്ണ കൂടി വിപണിയിൽ വന്നാൽ വില വലിയ തോതിൽ കുറയാനിടയാകും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നതും ആ വില കുറയാനാണ്. കാരണം ആവശ്യമുള്ളതിൻ്റെ 80% എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയുടെ ഇൻഡോ പസഫിക് കമാൻഡ് സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല. ആയുധ നിർമ്മാണത്തിന് ഉപകരിക്കുന്ന വസ്തുക്കളാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ആ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ സിവിലിയൻ ആവശ്യത്തിനും സൈനിക ആവശ്യത്തിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അതേസമയം ചൈനയും ഇറാനും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇറാൻ്റെ പ്രധാന വ്യാപാര പങ്കാളിയാണ് ചൈന. ഇറാനെതിരെ അമേരിക്ക ചുമത്തിയ ഉപരോധം നിയമവിരുദ്ധമാണ് എന്ന അഭിപ്രായമാണ് ചൈനയ്ക്ക് എപ്പോഴുമുള്ളത്. വെനസ്വേലയിൽ എണ്ണക്കപ്പൽ ആക്രമിച്ച അമേരിക്കയുടെ നടപടിയെ ചൈന അപലപിച്ചിരുന്നു. ഈ കപ്പൽ അമേരിക്ക പിന്നീട് ടെക്സാസ് തുറമുഖത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വെനസ്വേലയെ ഏതു സമയത്തും അമേരിക്ക ആക്രമിക്കാം എന്നാണ് ഇപ്പോഴുള്ള അഭ്യൂഹങ്ങൾ. തുടർച്ചയായി അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കുന്നതാണ് ഈ പ്രചാരണത്തിന് കാരണം. വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നു എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ആരോപണം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ബോട്ടുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത്. എന്നാൽ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെ പുറത്താക്കാനാണ് അമേരിക്കയുടെ എല്ലാ നീക്കങ്ങളും എന്നാണ് വെനസ്വേല കുറ്റപ്പെടുത്തുന്നത്. വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക ചുമത്തുന്ന ഏകപക്ഷീയമായ ഉപരോധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ചൈനയും അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ അംഗീകാരമില്ലാതെയാണ് അമേരിക്ക ഈ ഉപരോധങ്ങൾ ചുമത്തുന്നത്. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവായ ഗുവോ ജെയ്ക്കൻ ഒരു കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.